ഈ കൂട്ടുകാരെ ഞങ്ങളെ ചക്കപ്പുട്ട് ഉണ്ടാക്കുക. എൻ്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ അവൾക്ക് സ്പെഷ്യലായിട്ട് ഇപ്പം എന്താ കൊടുക്കുക, നമുക്ക് ചോറ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം എനിക്ക് ചോറ് വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ അപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പഴുത്ത ചക്ക ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം ഒരു ഐഡിയ തോന്നി. കൂട്ടുകാരെ ഇതെന്താണെന്ന് അറിയാം, ഇത് അരിപ്പൊടിയും റാഗിപ്പൊടിയും കൂടിയുള്ള പുട്ടാണ്. അതാണ് ഞങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, കളറും നല്ല, പിന്നെ ഹെൽത്തി ആണല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ചക്ക പഴുത്ത ചക്കയും നല്ല വരിക്ക ചക്ക നല്ല മധുരം കേട്ടോ. അതിൽ തേങ്ങയും കൂടി മിക്സ് ആക്കിയതാണ്. ഇത് മിക്സാക്കി ഇത് പിന്നെ തേങ്ങ നമ്മൾ പുട്ടുന്ന സാധാരണ തേങ്ങയാണേ. അപ്പം ഇയാളെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ പുട്ടുകുറ്റിയിൽ നിറച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ആവിയിൽ വയ്ക്കാൻ പോകുന്നു. പുട്ടുണ്ടാക്കണം കേട്ടോ. മാങ്ങ റെഡിയാക്കി എടുക്കണം. ഇനി ഞങ്ങൾ ഇതിപ്പോൾ ചക്കപ്പുട്ട് ഉണ്ട്. ഇനിയിപ്പോൾ ഇത്രയും ബാക്കി ഇതായി ഈ സംഭവം ഉണ്ടേ. ഇനി അടുത്ത ഞങ്ങൾ മാങ്ങാപ്പുട്ടാണ് ഉണ്ടാക്കണം. അതിൻ്റെ വീഡിയോ മാങ്ങാപ്പുട്ട് ഉണ്ടാക്കണം. അപ്പോൾ മാങ്ങ റെഡിയാക്കി എടുക്കണം കേട്ടോ. ഞങ്ങൾ മാങ്ങ റെഡിയാക്കിയിട്ട് വരാം. ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങേൻ്റെ പുട്ടിന് മാങ്ങ വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ തേങ്ങ ചിരവിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങേൻ്റെ പുട്ടാണ്, അല്ല മാങ്ങേൻ്റെ പുട്ടാണ്. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് മാങ്ങാപ്പുട്ടാണ്. മാങ്ങയിൽ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇദ്ദേഹത്തിനെയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് അപ്പോൾ ചക്കപ്പുട്ട് മാങ്ങപ്പുട്ട് എന്നിട്ട് നിങ്ങളെ കാണിക്കേ. ഓക്കെ. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി. ഇദ്ദേഹത്തിനെ ഞങ്ങൾ ആവി കയറ്റാൻ പോവുകയാണ് കേട്ടോ. ഇയാളെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട, ഇദ്ദേഹത്തിനെ ഞങ്ങൾ ആവി കയറ്റട്ടെ കേട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? നമ്മൾ കഴിക്കാന്നേ. ഹായ് കൂട്ടുകാരെ, ഞാൻ നേരത്തെ കാണിച്ചതാ ഇതാണ്. ഒന്ന് ചക്കപ്പുട്ട്, ഒന്ന് മാങ്ങപ്പുട്ട്. കണ്ടാ, ഇത് കണ്ടില്ലേ, കാണുന്നില്ലേ? ഇത് രസമല്ലേ? അതാണ് ഇത് ചക്കപ്പുട്ട്, ഇത് മാങ്ങപ്പുട്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് ഇത് നല്ല പഴുത്ത മാങ്ങേൻ്റെ കൂടെ നിങ്ങൾ ഈ പുട്ട് ഇങ്ങനെ നന്നായിട്ട് ഞെരടി ഇങ്ങനെ കഴിച്ചു നോക്കി. കുഴച്ച് എനിക്ക് തോന്നുന്നു നിങ്ങളൊരു 3 കുറ്റി പുട്ടെങ്കിലും കഴിക്കും. അത്രയും ടേസ്റ്റാണ്. ചുമ്മാ പറയല്ല കേട്ടോ. അത് നല്ല മധുരം. ഞങ്ങളെ മാങ്ങ എന്ന് പറഞ്ഞാൽ ചേലമാങ്ങ, നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇപ്പം വായിലിടുമ്പം തന്നെ അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ മാങ്ങ വേണം ഇങ്ങനെ പുട്ടിനൊക്കെ കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഇന്നിപ്പം ഞാനിതിങ്ങനെ ചെയ്തെന്ന് എൻ്റെ കൂട്ടുകാരി ഇവിടെ വന്നിട്ടുണ്ട്. അവൾക്ക് കൊടുക്കാൻ പറ്റിയൊരു സംഭവം ഇതൊക്കെയേ ഉള്ളൂ നമുക്കുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ കൂട്ടുകാരെ സൽക്കരിക്കുക. നിങ്ങളൊക്കെ ഇങ്ങനെ സൽക്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ കൂട്ടുകാർ വരുമ്പോൾ അവർക്ക് കഴിക്കാൻ ഇങ്ങനത്തെ നമുക്കതൊരു സന്തോഷമല്ലേ, നമ്മളിങ്ങനെ ഓരോന്നുണ്ടാക്കി കൊടുക്കുന്നത്. ഇനി ഞങ്ങളിതാ ഇങ്ങനെ ഈ പാത്രത്തിൽ വെച്ചിട്ട്, അത് കണ്ടില്ലേ, ഇത് ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പാത്രമാണ്. ഇത് ഒരു വെറൈറ്റി പാത്രമാണ്. അച്ചില്ലേ നമ്മുടെ, ഇതാണ്. അപ്പം ഞങ്ങൾ ഇതിലിട്ടിട്ട് ഇങ്ങനെ കഴിക്കും മക്കളെ. എന്നിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ ഒരു വീഡിയോ കൂടി എടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം നിങ്ങളെല്ലാവരും ഈ ചക്കപ്പുട്ടും മാങ്ങാപ്പുട്ടും ഉണ്ടാക്കി കഴിക്കണം. നിങ്ങളെ കുട്ടികൾക്കും ഭർത്താവിനും ചേച്ചിമാർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഈ ഒരു രഹസ്യം നിങ്ങൾ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഹായ് കൂട്ടുകാരെ, ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂട്ടുകാരി ഇതാണ് റബീന. എൻ്റെ ഒരുവിധം വീഡിയോയിലൊക്കെ അവളുണ്ട്, നല്ല പാട്ടുകാരിയാണ്. അപ്പോൾ അവൾ തന്നെ എൻ്റെ വീട്ടിലേ വന്നിരിക്കുക. അപ്പം അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരി വരുന്നത്. ആ കൂട്ടുകാരിയാണ് ഇവൾ. ഇനി അവൾ പറയും എങ്ങനെയുണ്ട് ചക്കപ്പുട്ട്, എങ്ങനെയുണ്ട് മാങ്ങാപ്പുട്ട് എന്ന് പറ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഇത് ചക്കപ്പുട്ടാണ്, അടിപൊളി കേട്ടോ ഈ സാധനം. ഞാൻ ചക്കപ്പുട്ടൊക്കെ ചക്ക ഒറ്റ കഴിക്കാനൊക്കെ ഇഷ്ടം, പക്ഷെ ചക്കപ്പുട്ടാക്കി ഇതുവരെ കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ്, നന്നായിട്ടുണ്ട്. പിന്നെ
പാട്ടിൻ്റെ കാര്യം പറഞ്ഞ് പുഷ്പേച്ചി പാട്ട് എനിക്ക് അത്ര അറിയില്ല, അഭിനയം അറിയുള്ളൂ. ചുമ്മാ കേട്ടോ നല്ലോണം അവൾ പാട്ട് പാടും. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടാലറിയാം അവൾ പാടിയൊരു പാട്ടിന് ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും മാങ്ങയും കൂട്ടി പുട്ട് കഴിക്കുന്ന പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഏതായാലും നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് വേറൊരാളെ അഭിപ്രായം കേൾക്കുമ്പോഴാണ് വേറെ രീതിയിൽ നമ്മൾ കഴിച്ചു പോവുക. വീട്ടിലാണെങ്കിലും ഞാനൊന്നും കഴിക്കില്ലല്ലോ. ഏതായാലും ഇതൊരു രസമുള്ള കാര്യമാണ്. പക്ഷേ ഷുഗർ ഉള്ളവർക്ക് പറ്റുമെന്ന് അറിയില്ല. ഷുഗർ അല്ല വല്ലപ്പോഴും ഒന്നും കുഴപ്പമില്ല, എന്നൊന്നും ഇല്ലല്ലോ, വല്ലപ്പോഴും ഒന്നും കുഴപ്പമില്ല. ഡെയിലി നമ്മൾ ഇങ്ങനെ മധുരമുള്ള പിന്നെ പഞ്ചസാര ഈ മാങ്ങയ്ക്കൊക്കെ നല്ല മധുരമാവും. ഞാൻ പിന്നെ ചക്കയും മാങ്ങി നന്നായിട്ട് കഴിച്ചിട്ട് അതിൻ്റെ പിറ്റേന്ന് തന്നെ ഷുഗർ നോക്കാൻ പോയിട്ട് ആ ലെവലിൽ നിൽക്കുന്നു ഷുഗർ. സാരല്ല, നമ്മൾ ഇത് പിന്നെ മായൊന്നും ചേർക്കാതെ നമ്മളെ വീട്ടിൽ മാങ്ങയല്ലേ കുത്തി വെച്ചിട്ടൊന്നും അല്ലല്ലോ പഴുക്കണത്. അപ്പം അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അപ്പം നിങ്ങൾ എനിക്കിങ്ങനെ കൊതി വരുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കാരണം എനിക്കിത് കഴിക്കണം ഭയങ്കര കൊതിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഫുഡ് നിങ്ങൾ വീട്ടിലുണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ മാങ്ങ എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ട്, എല്ലാവരുടെ വീട്ടിലും ചക്കയുണ്ട്, ഇഷ്ടം പോലെ ചക്കയുണ്ട്, ഇഷ്ടം പോലെ മാങ്ങയുണ്ട് എല്ലാവരുടെ വീട്ടിലും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക. ഇത് പിന്നെ എന്താണ് റാഗിപ്പുട്ട് നല്ല ടേസ്റ്റ് അല്ലേ റബീന? റാഗിയാണ്, അപ്പോൾ ഹെൽത്തിയാണ് റാഗി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇനി അടുത്ത പുതിയൊരു വിഭവവുമായി ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ ബൈ.